എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോര് കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, മുളക്, ജീരകം, കടുക്, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ഉലുവാപ്പൊടി 1 ടേബിൾ സ്പൂൺ. മോര് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണ. ഇനി എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കത്തിച്ചിട്ട് ആദ്യമായിട്ട് എണ്ണ ഒഴിക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോൾ കഴിഞ്ഞ് നമുക്ക് ഓരോന്ന് കടുക് വറുക്കാനായിട്ട് ഓരോ സാധനങ്ങളായിട്ട് ആദ്യമായിട്ട് ഉള്ളി, ഒന്ന് മൂത്ത് വരുമ്പോൾ മുളക്, കടുക്, ജീരകം ഇത്രയിട്ട് മൂപ്പിക്കുക. അത് കഴിഞ്ഞ് കറിവേപ്പില, കടുക്, ഉള്ളി ചുമന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് പച്ചമുളക്, ഇഞ്ചി ഇത്രയിട്ട് നല്ലതുപോലെ മൂപ്പിക്കുക. ഇഞ്ചിയുടെ പച്ചമുളകിന്റെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ട് മൂപ്പിക്കുക. നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മോര് കറി. ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് മോര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തീ കുറച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മോര് കട്ട പിടിക്കും. മോര് ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇടാം. നല്ലപോലെ ഇളക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഉലുവാപ്പൊടി ഇടാം. ഉലുവാപ്പൊടിയാണ് ഈ മോര് കറിക്ക് നല്ല മണവും ഒക്കെ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇടാം. ഇളക്കി കൊടുക്കുക. ചൂടായി കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ചൂടായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്യാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മോര് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. മോര് കറി ട്രൈ ചെയ്യുക. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല.